ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെയാണ് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ആ ഒരു പെൺകുട്ടി തന്റെ കസിന് സംഭവിച്ച ഒരു ദുരവസ്ഥയെ പറ്റി പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ചേട്ടൻ തങ്ങളെ റോഡിൽ വെച്ച് അപമാനിക്കുകയും തന്റെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറി തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും അതിന്റെ ഫലമായി തന്നെ ആശുപത്രിയിലാവുകയും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ കസിന്റെ ഒരു വീഡിയോ ചെയ്യുകയുണ്ട്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിച്ചു തരാം, ജസ്റ്റ് ഒന്ന് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ലൈഫിൽ ഒരു പെണ്ണിനെ നമ്മൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു പെണ്ണിനും, എനിക്കും ആയിക്കോട്ടെ നിങ്ങൾക്കും ആയിക്കോട്ടെ, സംഭവിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. നട റോഡിൽ ഒരു പെണ്ണിന്റെ തുണി പിച്ച് ചീന്തി 2-3 വ്യക്തികളെ ചവിട്ടിക്കൂട്ടി മർദ്ദിക്കുക. അത് നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. നമുക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ വിഷമവും നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിലൊരാൾക്ക് അതേ അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥ. അതെ, ആ പെൺകുട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വെളിപ്പെടുത്തിയതുപോലെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നാണ് ഞാനും പറയുന്നത്. പക്ഷേ ഇന്ന് തന്നെ അതിന്റെ കുറച്ച് മറ്റൊരു തരത്തിലുള്ള വീഡിയോസും നമ്മുടെ മുമ്പിൽ ഇറങ്ങിയുണ്ട്. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കുന്നില്ല. അതായത് ഈ ആക്രമിച്ചു എന്ന് പറയുന്ന ആളുടെ ആ ഒരു വ്യക്തിയുടെ മകൻ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണ്. ആ പയ്യൻ വന്നിട്ട് ഇതുപോലെ പല റിയാക്ഷൻ വീഡിയോ ചാനലുകൾക്കും തന്റെ വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ പപ്പ നിരപരാധിയാണ്, പപ്പ ഒന്നും ചെയ്തിട്ടില്ല, ഇവരാണ് ആക്രമിക്കാൻ ഫസ്റ്റ് ആയിട്ട് വന്നത്, ക്യാഷിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു തുടക്കം, മാത്രവുമല്ല വസ്തുതർക്കവുമായി ബന്ധം നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായിട്ടൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ കുറച്ച് എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ള വോയിസും പിന്നെ 1-2 വീഡിയോ ക്ലിപ്സും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് കാണാനകത്ത് ഈ ഡ്രസ്സ് തന്നെയാണ് ആ ലേഡി അവിടെ ധരിച്ചത് നമുക്ക് കാണാവുന്നത്. അപ്പം അങ്ങനെ ഒരു തലം ഉണ്ടായിട്ട് പോലും ആ ഒരു പയ്യൻ വന്ന് പറയുന്ന ആ ഒരു സിനാരിയോയിൽ നമ്മൾ കാണുന്നതാണ് ആ വീഡിയോയിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതൊക്കെ. അപ്പം ആ പയ്യൻ തന്നെ പറയുന്നുണ്ട് ഈ സ്ത്രീയുടെ റിലേറ്റീവ്സ് ഒക്കെ അവരെ ധാരാളം ഉപദ്രവിക്കാറുണ്ടായിരുന്നു, അതായത് ഉപദ്രവിച്ചെന്നും അതുപോലെ തന്നെ അടിക്ക് തുടക്കം കുറിച്ചത് ഇവരാണെന്നും പല പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം ഇവരെന്നാണൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കാൻ വന്നത് അതൊന്നുമല്ല. ഏതൊരു സംഭവത്തിനും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നം നടന്നാലും അവിടെ 2 ഭാഗങ്ങളുണ്ടാവും, 2 വിഭാഗങ്ങളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റുമായിരിക്കാം. ആ 2 വിഭാഗങ്ങളുടെയും തക്കതായ കാരണങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ അവർക്കൂടെ പറയാനുള്ള കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ ഏത് ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഈ പയ്യൻ, അതായത് ഈ പ്രസ്തുത ഇപ്പോൾ കുറ്റം ആരോപിച്ച ഈ വ്യക്തിയുടെ മകൻ എന്ന് പറയുന്ന 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ വന്ന് പറഞ്ഞ വീഡിയോയുടെ അടിയിൽ, അതായത് ആ ചെയ്തേക്കുന്ന റിയാക്ഷൻ വീഡിയോസിന്റെ മറ്റും അടിയിലൊക്കെ കാണുന്നത് വളരെ ശക്തമായ പരാമർശങ്ങളാണ്. അതായത് 9 വയസ്സുള്ള ഒരു പയ്യനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ലേഡി പറയുന്നതല്ല ശരി, അല്ലെങ്കിൽ ആ ലേഡി പറയുന്നത് മാത്രമാണ് ശരി എന്നൊക്കെയാണ്. സി ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ബേസോ അല്ല പറയാൻ വന്നത്. തികച്ചും ഈ സംഭവമായിട്ട് ഞാൻ പറയുന്ന കാര്യത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ഭാഗത്തിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്ത് തെറ്റെന്ന് നമുക്ക് ഇന്നും അറിയില്ല. തന്മൂലം നമുക്ക് ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. പക്ഷേ 2 ഭാഗക്കാരുടെയും അല്ലെങ്കിൽ 2 വിഭാഗക്കാരുടെയും തക്കതായ കാരണങ്ങളും അവർക്ക് പറയാനുള്ള എന്താണെന്ന് നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. പിന്നീട് കോടതി നിയമവും ഒക്കെ ഉണ്ട്. ഇപ്പൊ കേസ് രജിസ്റ്റർ ചെയ്തെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ആ കോടതി നിയമമൊക്കെ ഉണ്ട്. കോടതി തീരുമാനിക്കും ആരാണ് പ്രതിയെന്നും ആരാണ് നിരപരാധി എന്നൊക്കെ. അതിനു മുമ്പ് തന്നെ പല മുൻവിധികളും കൂട്ടിക്കുറിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രേക്ഷകരോടും അല്ലെങ്കിൽ തന്നെ ഈ ജനങ്ങളോടുമാണ് ഈ പറയാനുള്ളത്. ഇവിടെ ഒരു പെൺകുട്ടി സമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറയുകയാണ്. അതായത് എനിക്കിങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, അല്ലെങ്കിൽ ഈ ഒരാൾ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഞാൻ ഇയാൾ കാരണം അപമാനിതയായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അയാൾക്കെതിരെ തീരുമാനങ്ങൾ എടുക്കുന്നു, അയാളെ പരമാവധി ആക്രമിക്കാൻ തയ്യാറാവുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചില ക്ലിപ്സ് നിങ്ങളെ കാണിക്കാം, അതൊന്ന് കണ്ടിട്ട് ബാക്കി അഭിപ്രായം നിങ്ങൾ പറയണം. പീഡനത്തിനിരയായി ഗർഭിണിയായ കേസിൽ DNA പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ കഴിഞ്ഞ 35 ദിവസമായി ജയിലിൽ കഴിഞ്ഞ 18-കാരന് കോടതി ജാമ്യം അനുവദിച്ചു. മലപ്പുറം തിരൂരങ്ങാടി തെന്നല സ്വദേശിയായ +2 വിദ്യാർത്ഥി ശ്രീനാഥിനെയാണ് പരിശോധനാ ഫലം ലഭിച്ചതിന് പിന്നാലെ സ്വന്തം ജാമ്യത്തിൽ പോക്സോ കോടതി വിട്ടയച്ചത്. റിപ്പോർട്ടിലേക്ക്. സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവർ കുട്ടിയെ പീഡിപ്പിച്ചുവെന്ന പോലീസ് കേസ് കോടതിയിൽ പൊളിഞ്ഞു. എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്ത് 77 ദിവസം ജയിലിലിട്ട ഡ്രൈവർ റഷീദ് നിരപരാധിയെന്ന് കോടതി കണ്ടെത്തി. വകതിരിവില്ലാതെ കേസ് ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ നടപടിക്ക് പോലീസ് ഉന്നതരും കൂട്ടുനിന്നുവെന്ന്. പോക്സോ കേസ് പ്രതിയായ യുവാവ് ആത്മഹത്യ ചെയ്തു. പൊന്നൂരിന് സ്വദേശി അജിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. തന്റെ മരണത്തിൽ സുഹൃത്തിനും കുടുംബത്തിനുമാണ് പങ്കെന്ന ആത്മഹത്യാ കുറിപ്പും കണ്ടെടുത്തു. സുഹൃത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അജിയുടെ കുടുംബം കടവന്ത്ര പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു.
സ്വദേശി സുരേഷിനെതിരെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആറ്റിപ്ര സ്വദേശി പ്രീത തുമ്പ പോലീസിൽ പരാതി നൽകിയത്. സുരേഷ് തന്നെ മർദ്ദിച്ചെന്നും കടന്നുപിടിച്ചെന്നുമായിരുന്നു പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുരേഷിനെതിരെ കേസെടുത്തു. ചോദ്യം ചെയ്യലിൽ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് സുരേഷ് ആവർത്തിച്ചതിനാൽ പോലീസിന് പരാതിയിൽ സംശയം തോന്നി. പ്രീത വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് അന്വേഷിച്ചപ്പോൾ സംശയം ബലപ്പെട്ടു. തുടർന്ന് പ്രീതയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി തിരിച്ചറിയൽ പരേഡ് നടത്തുകയായിരുന്നു. സുരേഷിനെയും സ്റ്റേഷനിൽ വന്ന 4 പേരെയും ഉൾപ്പെടുത്തിയുള്ള തിരിച്ചറിയൽ പരേഡിൽ മറ്റൊരു വ്യക്തിയെയാണ് യുവതി ചൂണ്ടിക്കാട്ടിയത്. പ്രായപൂർത്തിയാകാത്ത മകളെ ഭർത്താവും സുഹൃത്തും ചേർന്ന് പീഡിപ്പിച്ചെന്ന് വ്യാജ പരാതി നൽകിയ അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ ഉത്തരവ്. പന്തളം കാരക്കാട് സ്വദേശി പ്രിൻസി ജേക്കബിനെതിരെ കേസെടുക്കാൻ പത്തനംതിട്ട പോക്സോ കോടതിയാണ് ഉത്തരവിട്ടത്. എല്ലാ ക്ലിപ്സും കണ്ടല്ലോ. ഈ ക്ലിപ്സിന്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണ് അല്ലെങ്കിൽ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ സമൂഹത്തിൽ ഒരു പെണ്ണിനാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാൽ ലേഡിയാൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. തന്നോടുള്ള പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും വെഞ്ചൻസ് തീർക്കാനോ അല്ലെങ്കിൽ റിവെഞ്ച് തീർക്കാനോ ഒക്കെ വേണ്ടി പല പെൺകുട്ടികളും പല ബോയ്സിനെയും ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ കരുവാക്കാറുണ്ട്, അവരുടെ ജീവിതം തുലയ്ക്കാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഒരു ആൺകുട്ടിയുടെ ജീവിതം ചിന്ന ഭിന്നമാക്കാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് യാതൊരു തരത്തിലുള്ള തർക്കവും. ഈ കാണിച്ച ക്ലിപ്സുകളോ വീഡിയോസോ ഒന്നും തന്നെ റീസണബിളുള്ളതല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ചിലരൊക്കെ ഇപ്പോഴും തങ്ങൾക്കുള്ള അഭിമാനം പോകുമോ എന്ന് പേടിച്ചിട്ട് പല കാര്യങ്ങളും വെളിയിൽ പറയാതിരിക്കുന്നുണ്ട്. പറ്റിയത് പറ്റി, പൊക്കോട്ടെ, ഇനി ആവർത്തിക്കാതിരുന്നാൽ പോരെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പിന്മാറുന്നവരുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് വരുമ്പോൾ അതൊക്കെ തിരിച്ചറിയാനും അതിൻ്റെതായ കാരണങ്ങൾ തപ്പാനും നമ്മൾ നിൽക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിഭാഗക്കാർ, അത് പ്രത്യേകിച്ച് ഞാൻ വേറെ എല്ലാ കേസും വിടാം, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ പറയുന്നതായിരിക്കും സമൂഹം കേൾക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ആ സ്ത്രീക്കായിരിക്കും അവിടെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ആദ്യത്തെ വാക്ക് സ്ത്രീയുടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണങ്ങളോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ആദ്യം ചോദിക്കുന്ന സ്ത്രീയോടായിരിക്കും. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഒരു പുരുഷന്റെ അഭിപ്രായത്തിനുള്ള ഒരു സ്ഥാനമുള്ളൂ. അതിനൊന്നും ഞാൻ എതിര് പറയുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നാച്ചുറൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇന്നത്തെ നില അനുസരിച്ച് ഒരു സ്ത്രീയുടെ വാക്കുകൾക്കാണ് ഇവിടെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ സ്ത്രീയുടെ വാക്കുകൾക്കും അല്ലെങ്കിൽ അഭിപ്രായത്തിനും മാത്രമല്ല പ്രാധാന്യമുള്ളത്, ഒരു പുരുഷൻ സംസാരിക്കുന്നതിനും തക്കതായ പ്രാധാന്യമുണ്ട്. അവന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, ഈ സമൂഹം അംഗീകരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഓക്കെ. ഒരു തെളിവുകളും ഇല്ലാതെ ഒരു കാര്യവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞ് തങ്ങൾക്ക് ഉള്ള എന്തെങ്കിലും അവരോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികാരമോ തീർക്കാനൊക്കെ വന്നിട്ട് ഒരു പയ്യന്റെ ജീവിതം സമൂഹത്തിന് മുമ്പിലിട്ട് അല്ലെങ്കിൽ നിയമത്തിന് മുമ്പിലിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് വെച്ച് നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ദയവ് ചെയ്ത് ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇതൊന്നും പറയുന്നത്. ഞാൻ പറയുന്നത് പൊതുവായിട്ടുള്ള ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ആസ് എ മാൻ എനിക്കും നാളെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഞാൻ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എൻ്റെ ഭാഗം കേൾക്കാൻ ഒരു സമൂഹം തയ്യാറല്ല അല്ലെങ്കിൽ ഒരു പക്ഷം തയ്യാറല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതെനിക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മനക്കട്ടിയില്ലാത്ത പല ചെറുപ്പക്കാരിലും പുരുഷന്മാരിലും സംഭവിക്കുന്ന ആത്മഹത്യയുടെ വരെ വക്കിൽ കൊണ്ടെത്തിക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് സമൂഹം കേൾക്കാൻ തയ്യാറാകുന്നില്ല, അവരുടെ ഭാഗം നിരീക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പേരിലോ നിയമം അനുവദിക്കുന്ന ശിക്ഷയും അല്ലെങ്കിൽ ആ കേസ് തെളിയിക്കുന്നിടം വരെ അല്ലെങ്കിൽ താൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെടുന്നിടം വരെ കേസ് രജിസ്റ്റർ ചെയ്തിടത്തോളം കാലം ആ ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ആ പുരുഷനോ അനുഭവിക്കുന്ന ജയിൽവാസത്തിനും അവന്റെ ആ സമയത്തുള്ള മാനസിക സംഘർഷത്തിനും ആർക്കും ഉത്തരവാദിത്വം പറയാനാകില്ല. അവന്റെ കഴിഞ്ഞുപോയ ദിനങ്ങളോ അവന്റെ കഴിഞ്ഞുപോയ സ്വപ്നങ്ങളോ ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. സമൂഹത്തിൽ അവനുണ്ടാകുന്ന മാനക്കേടുകൾ ആരും തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്ത്രീ പീഡന കേസുകളിലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുകഴിഞ്ഞാൽ അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ചില മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ പോലും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യണമെന്ന് വരില്ല. കാരണം ആ പിടിക്കപ്പെടുന്ന സമയത്ത് ധാരാളമായിട്ട് ഹൈപ്പ് കൊടുക്കാനും കൂടുതൽ റേറ്റിംഗിന് വേണ്ടി പല മാധ്യമങ്ങളും നിങ്ങളുടെ പുറകെ നടക്കും. അതൊക്കെ ഇങ്ങനെ കയറിപ്പോകും. പക്ഷേ ആ പയ്യൻ നിരപരാധിയാണ് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു മാധ്യമങ്ങൾ നിങ്ങളുടെ കൂടെ കാണില്ല. അതുകൊണ്ട് അത് സമൂഹത്തിലേക്ക് എല്ലാ സൈഡിലേക്ക് സ്പ്രെഡ് ആവണമെന്നില്ല. പക്ഷേ അവൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലുള്ള വാർത്ത ആ ലോകം മൊത്തം സ്പ്രെഡുമായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അവനെ പെട്ടെന്ന് ആൾക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ കുറച്ചുകൂടെ പ്രായമായ അല്ലെങ്കിൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത പലർക്കും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, അവന്റെ ആ മാനസികതയ്ക്കും അവനുണ്ടായ മാനസിക സമ്മർദ്ദത്തിനും സംഘർഷത്തിനും ഒന്നും ആർക്കും തിരിച്ചൊന്നും കൊടുക്കാൻ കഴിയില്ല. പോയ ദിനങ്ങളൊന്നും തിരിച്ച് കിട്ടുകയില്ല. ചിലപ്പോൾ 35 ദിവസമായിരിക്കും അല്ലെങ്കിൽ 70 ദിവസമായിരിക്കും ആ ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ആ പുരുഷനോ ജയിലിൽ കഴിയുന്നത്. ആ ദിവസങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ആ ദിവസങ്ങൾക്കുള്ളിൽ അവൻ ചെയ്തെടുക്കേണ്ട പല കാര്യങ്ങളും അതൊക്കെ ചിലപ്പോൾ അവൻ വലിയ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അതൊക്കെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, പ്രത്യേകിച്ച് സമൂഹത്തോടാണ് പറയാനുള്ളത്,
രണ്ട് പക്ഷവും കേൾക്കുക, അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ ഒരു പക്ഷം മാത്രം കേട്ടിട്ട് ആ പക്ഷം മാത്രമാണ് ശരിയെന്ന് ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരോടൊന്നും പറയാനില്ല. രണ്ട് പക്ഷം കേട്ട് ആ പക്ഷത്തില് കേസാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കും ബാക്കി എന്താ വേണ്ടെന്നുള്ളത്. ഇനിയും കോടതിക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിയമമൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കേസ് നമ്മുടെ അവിടെ വരാനും സാധ്യതയില്ല. കാരണം നമ്മുടെ ഇവിടെ എല്ലാ കേസുകൾക്കും എല്ലാ കുറ്റവിധിക്കും അതിൻ്റെതായ തെളിവുകളും മറ്റും ഹാജരാക്കിയാണ് നമ്മുടെ കോടതിയിൽ നമ്മൾ എല്ലാ റിപ്പോർട്ടും സമർപ്പിക്കുന്നത്. അതനുസരിച്ച് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് ശിക്ഷ ലഭിക്കും. അതിലൊന്നും നമ്മൾ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ ഒരു തെളിവുകളും ഇല്ലാത്ത അല്ലെങ്കിൽ തെളിവുകളില്ലാത്തൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും പല സമൂഹങ്ങളും പല പുരുഷന്മാരെയും അവിടെ ക്രൂശിക്കുന്നതാണ് കാണുന്നത്. അവർക്ക് ആ സമയത്തുണ്ടാകുന്ന സൈബർ അറ്റാക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള കമന്റ്സും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ചെറുപ്പക്കാർക്കും ഇപ്പോൾ ഈ കമന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളിലും അവരുടെ കുടുംബങ്ങൾക്കും ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരൊറ്റ കുടുംബത്തിൽ ഒരംഗം പോലും നമ്മളെ കാണാനില്ലേ. ചില കുടുംബത്തിലെ മക്കളായിരിക്കും ഉപയോഗിക്കുന്നത്, ചില കുടുംബത്തിലെ അച്ഛനമ്മമാരായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കമന്റ്സും മറ്റു കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ മാനസമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവും. അതൊക്കെ ഏതൊരു പരിധി വരെ അവരെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയും നമുക്കറിയില്ല. കൈ വിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യത മനസ്സിലാക്കി മാത്രം അതിനെക്കുറിച്ച് വിലയിരുത്തുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക. കമന്റ്സിനെ ഇടുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ചിലരൊക്കെ പറയുന്നത് പോലെ തന്നെ അവർക്കൊരു എന്താ പറയുന്നത് സ്ട്രെസ് ബസ്റ്ററാണ് ഈ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ്സ് ഇടുക, രണ്ട് തെറി വിളിക്കുക, പോവുക എന്നുള്ളത്. പക്ഷേ നല്ല രീതിയിൽ പോകുന്ന ഒരു സമൂഹത്താണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി അതിന്റെ അന്തിമം വരെ കണ്ടിട്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുക, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഓൾ. കാരണം ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. സ്ത്രീകൾക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കാനും 100 സംഘടനകളും സമൂഹത്തിന്റെ ഒരു 80% ആൾക്കാരും ഉണ്ട്. നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീ പറയുന്നതാണ് ആദ്യം അവരെ വിലയിരുത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാനും നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മൾ മാത്രമേ കാണൂ എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ബാക്കി വിൽ പവറൊക്കെ തനിയെ വന്നോളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.